കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ മറ്റെല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കലാപങ്ങളായിരുന്നു. ഇവിടെ ഒരു കലാപവും ഇല്ല. വർഗീയ ശക്തികളില്ലാഞ്ഞിട്ടല്ല, വർഗീയ ശക്തികളെ തലപൊക്കാൻ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയുമില്ല. ഒരു വർഗീയ ശക്തിക്കും ഞങ്ങൾ കീഴടങ്ങില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം. അത് ഗവൺമെന്റിന്റെ മെറിറ്റ് മാത്രമല്ല, ആ ഗവൺമെന്റിന്റെ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ഒരു ബഹുജന സഞ്ചയമുണ്ട് കേരളത്തിൽ. മതനിരപേക്ഷ ഉള്ളടക്കം എൻ്റെ ആത്മവീര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കരുത്താണെന്ന് കാണുന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൻ്റെ സ്വത്ത്, ഈ കേരളത്തെ ഈ കേരളമാക്കി നിലനിർത്തുന്നത്. അതിൻ്റെ മേലെ കടന്നാക്രമം ആരംഭിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ ജാഥ ഉയർത്തുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം. തെളിനീരൊഴുകുന്ന 44 നദികളുള്ള നാടാണ് കേരളം. ആ തെളിനീരിൽ ഇപ്പോഴ് വിഷം കലക്കുകയാണ്. വിഷം തന്നെ, കൊടും വിഷം. ആ വിഷം വർഗീയതയുടേതാണ്. ഭൂരിപക്ഷ വർഗീയത, RSS സംഘപരിവാര വിഭാഗം പല പേരുകളിൽ വിഷം കലക്കുകയാണ്. നമ്മുടെ ഐക്യം തകർക്കാൻ, കേരളത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അവർ നിർവഹിക്കുന്നത് മതവിദ്വേഷത്തിലൂടെ അപര ശക്തികൾക്കെതിരായ വലിയ പോരാട്ടം വന്ന് ഉശിരി പിടിപ്പിച്ച് നമ്മുടെ ജനതയുടെ ഐക്യം തകർക്കാനാണ്. ഈ ഐക്യം തകർക്കുന്ന ശക്തികൾക്കെതിരായിട്ട് കരുതിയിരിക്കണമെന്നാണ് ഞങ്ങൾ ഈ ജാഥയുടെ ഭാഗമായിട്ട് പറഞ്ഞ ഒന്നാമത്തെ മുദ്രാവാക്യത്തിൻ്റെ രത്നച്ചുരുക്കം. ജാഗ്രത വേണം, കരുതൽ വേണം, നല്ല വ്യക്തമായ അവബോധം വേണം. ഈ മതനിരപേക്ഷതയെ സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയെ തുരത്തണമെങ്കിൽ വിശ്വാസി സമൂഹത്തെ കൂടി ചേർത്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ കുറേ യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരുണ്ടായാലൊന്നും ഈ കടമ നിർവഹിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന മഹാഭൂരിപക്ഷവും ആരാന്ന് നിങ്ങളിപ്പോൾ ഒറ്റ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളെല്ലാവരും കൂടിയല്ലേ ഇരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം, ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ്, അല്ലേ? നിൽക്കുന്നവരിൽ മഹാഭൂരിപക്ഷം വിശ്വാസികളാണ്. അതിൽ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, എല്ലാ വിഭാഗമുണ്ട്. അവരാരും വർഗീയവാദികളല്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇവരാരും വർഗീയവാദികളല്ല, വിശ്വാസികളാണ്. വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. വർഗീയവാദികൾ രാഷ്ട്രീയ അധികാരം പിടിക്കാനാണ്, രാഷ്ട്രാധികാരത്തിലേക്ക് വരാൻ അതിൻ്റെ കുറുക്കു വഴിയായി മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്നവരാണ്. ഈ നല്ല തിരിച്ചറിവുണ്ടാവണം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വിശ്വാസികളെ ചേർത്ത് നിർത്തി ഈ അപകടം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന കാടകൂള വിഷം നമ്മുടെ വെള്ളത്തിൽ തെളിനീരിൽ ഒഴുക്കുന്ന ഈ വർഗീയതയെ പ്രതിരോധിക്കാൻ സഖാക്കളെ, സുഹൃത്തുക്കളെ, നമുക്കൊറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നാണ് ഈ ജാഥ മുന്നോട്ടേക്ക് വെക്കുന്ന ഒന്നാമത്തെ